എടാ ഇങ്ങനൊരു ഈ വൈമാപ്പ് പൂത്തു പോയോ? ശരിക്കും പറഞ്ഞ പൊടി പിടിച്ചു പോയോ ഇത്? ഇവർ റഷ്യ പോകാൻ വേണ്ടിട്ട് ഈ വൈമാപ്പ് വരെ കൊണ്ടുവന്നു കേട്ടാ. എന്നിട്ട് 2 സെന്റിമെന്റ്സ് അടിച്ച് എന്നെ കരയിച്ച് എന്നിട്ട് കേറിപ്പോയി. പിന്നെ കൊണ്ടുവന്നത് അതെ, ഇത് സെന്റി വൈമാപ്പാണ്. അത് അങ്ങനെ പേരിടണോ ഇനി ഇതിന്? എനിക്ക് ജീപ്പ് അയച്ചേ, നിനക്ക് തരാനുണ്ട്. പക്ഷെ തരില്ല. മാമന്റെ ഇൻട്രാന്റെ ചാനലിലാണോ? അവന്റെ ചാനലിന്റെ പേരെന്തായിരുന്നു? മാമൻ ഡേ 2. വണ്ണിലല്ല നിന്റെ കണ്ണിൽ മയങ്ങി ഞാൻ ഇന്നലത്തെ സ്ട്രീം ആണോ? ഇന്നലത്തെ സ്ട്രീം നീ ഇല്ല അതേ പറയാ. അതന്നെ ടി വി മാമൻ തുടക്കം. കുറച്ച് അടിച്ചു കളയണ, അടിച്ചു കളയാൻ. ഞാൻ മോട്ടിവേഷൻ ഓഫ് ആക്കട്ടെ. ഇന്നലൊന്നും കിട്ടൂല. പോയി ഒന്ന് ഓഫ് ഇട്ടരാ. എടാ ഇങ്ങനൊരു ഈ വൈമാപ്പ് പൂത്തു പോയോ? ശരിക്കും പറഞ്ഞ പൊടി പിടിച്ചു പോയോ ഇത്? ഇവർ റഷ്യ പോകാൻ വേണ്ടിട്ട് ഈ വൈമാപ്പ് വരെ കൊണ്ടുവന്നു കേട്ടാ. എന്നിട്ട് 2 സെന്റിമെന്റ്സ് അടിച്ച് എന്നെ കരയിച്ച് എന്നിട്ട് കേറിപ്പോയി. പിന്നെ കൊണ്ടുവന്നത് അതെ, ഇത് സെന്റി വൈമാപ്പാണ്. അത് അങ്ങനെ പേരിടണോ ഇനി ഇതിന്? ചന്ദ്ര ഓ മൈ ഗോഡ്, ഇതൊക്കെ നടക്കുന്നത്. ഹലോ അത് പച്ചുള്ളതാണ്. ആകാശത്തിൽ അടർക്കെത്തി ഡ്രൈവേടിക്കും വെടിച്ചില് മിന്നലടി കിന്നലടി വെടിക്കിട്ട് മൂടിൽ കൊച്ചി മട്ടാഞ്ചേരി ഒടുക്കത്ത് പട്ടിപൊളി ചിതപൊളി കലിവലി ചത്ത പച്ച കടല് കാട്ടി കപ്പല് ചാലതിന്റെ ആഴം കണ്ടവനാ. നെറ്റിയിലെ വെറുപ്പ് കണ്ണീരിലൊപ്പനൈസ് കൂട്ടി മുട്ടിച്ചതാ. അല്ലെങ്കിൽ തള്ളതിനുണ്ടതിന്റെ പേരൊന്നി താങ്ങത്തില്ല. പട്ടിണിയാണേലും നോക്കിയെടുക്കവന്റെ ചാണ്ടിന്റെ വെൽത്തുണ്ടല്ല. തെക്കു വെച്ച് കണ്ടിട്ട് കൊണ്ടവന്റെ യൂര് കൊണ്ടെടുക്കണ കര വീരുതെല്ലാം സ്വയം പഠിച്ചവൻ പോരാ. പറ്റും പോകുമേ ചുമല ചോര തെറിച്ച് ചത്താം പച്ച വെടിച്ചില്ല മിന്നലടി കിന്നലടി വെടിക്കട്ട് മൂടിൽ കൊച്ചി മട്ടാഞ്ചേരി ഒടുക്കത്തെ പന്നിപ്പൊളി ചിതപ്പൊളി കലിവലി ചത്ത പച്ച.
കണ്ട് തരിച്ചു നിൽപ്പാ ലോകം പാടാ തീയാൽ ഒരു കൊട്ടക കെട്ടുമെടാ ആരും ഇനി നമ്മുടെ ഫാനാടാ ദേവാനം കത്തും മേഘം കത്തും മാളിക്കത്തും കാണും നെഞ്ചിൽ ആളങ്കത്തിൽ മേളം കൊത്തും നാളെ തൊട്ടി സീനും മാറും സ്റ്റീമും മാറും തൊടനേ തൊടടാ കളി കാണടാ വെടിച്ചില്ല മിന്നലടി കിന്നലടി വെടിക്കിട്ട് മൂട് കൊച്ചി ചെറി ഒടുക്കത്ത് പള്ളി പൊളി ചിതപ്പൊളി കളി വലി ചത്ത പച്ച ബാബുനെ മൊത്തത്തിൽ മറന്നേ പോയേട്ടാ ഇല്ല ബാബന്റെ ஒரு சீன்ல டான்ஸ் தான் தான் ഒഴിവാക്കി കാര്യം പറയട്ടാ ഇത് പണ്ട് റിബൽ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇറക്കാൻ വേണ്ടി ആള് വെച്ചേക്കായിരുന്നു എന്റെ വീഡിയോ ആണല്ലേ അത് മൊത്തമായിട്ട് ഫ്ലോപ്പായി അപ്പൊ ആൾ അതിൽ നിന്ന് വെട്ടിക്കെട്ടി കേട്ടാ അല്ല അതൊരു കിടില വീഡിയോ ആയിരുന്നു അതെനിക്ക് എന്താ കോണ്ടന്റ് അറിയാം പക്ഷെ അത് നൈസ് വീഡിയോ ആയിരുന്നു അതിന്റെ ഇടയ്ക്കൊന്നും മുറയ്ക്കുന്നൊക്കെ കട്ടി എടുത്ത് 4 കണ്ടന്റ് ഉണ്ടാക്കിയവൻ ഓ അതിൽ നിന്ന് ഓരോന്ന് വെച്ച് വലിക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് വെച്ച് വലിക്കും അല്ലെങ്കിൽ ആ ഫാർപ്പാട്ടെ ചന്ദ്രൻ എന്ന് പറഞ്ഞ ഡി പി ഉണ്ടായിരുന്നു അത് നോക്കിയാ താല്പര്യമില്ല അവന്റെ ഓരോ പുതിയ ബിഹൈൻഡ് ദ സീൻ ഇറക്കിയല്ലേ നമ്മളെ പ്രൊമോഷൻ പ്രൊമോഷൻ വീഡിയോ അല്ലേ നിനക്ക് വിലയല്ല അറിയാത്തോണ്ടാ നിന്റെ കണ്ടന്റ് നീ കണ്ടന്റ് റിയാക്ട് ചെയ്യാൻ വേണ്ടിട്ട് കാശ് തരാന്ന് പറഞ്ഞ ടീമുണ്ട് എനിക്ക് അതുകൊണ്ട് ഷോട്ടെക്സ് ഒരു 4000 രൂപ ഓരോ ഓരോരോ പുതിയ പുതിയ സാധനങ്ങൾ കൊണ്ടുവരും ഇത് വേറൊരു മൂടായി പടം ഇതൊരു അടിപ്പടമാ ഒരു ഗ്യാങ്ങിനെ ഫുള്ള് കൊന്നെറിഞ്ഞു ഒരു വീഡിയോ ഉണ്ടാക്കി അതിനൊരു ചെറിയ ഡ്യൂറേഷൻ കൊടുത്തിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു കുറച്ചുകൂടെ അത് പക്ഷെ പെട്ടെന്ന് പോണത് പോലെയാ പക്ഷെ അത് കിടില സീനായിരുന്നു നീലന്റെ IGL എന്ന് പറയുന്നത് 1/2 മണിക്കൂറില് കിടിലൊരു സിനിമ ഇത് ഹാഷ്മിൻ ട്രെൻഡിങ് ആണോ കിടിലൊരു സിനിമ ഇത് കണ്ടോ വാൾപേപ്പറോ ഇത് ഹാഷ്മിൻ ട്രെൻഡിങ് ആണോ ട്രെൻഡിങ് ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കണേ ഇതൊക്കെ നീ എന്തിലാടാ ചെയ്യണ അപ്പുക്കുട്ടാ പിസിയില് ഞാൻ പറയാ കോമഡിനെ പറയാം ഈ ഫോട്ടോ നമ്മൾ ഉണ്ടാക്കും ഫസ്റ്റ് ഫോട്ടോയും കൊടുക്കും ഇതൊക്കെ നീ ചെയ്യാൻ എത്ര സമയം എടുക്കൂടാ ഇതിനധികം ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ പോലെ ആളിയാ ഇപ്പുറത്തൂടെ കേട്ടിട്ട് അപ്പുറത്തൂടെ എഡിറ്റ് ചെയ്ത വീഡിയോ കയറി പെട്ടെന്ന് ഇതിനു മുന്നേ ഇത്ര കിടിലൊരു ഇൻട്രോ ഇതിന് കിട്ടിയിട്ടില്ല ആന ശരിക്കും ഉണ്ടോടാ ഇതിനകത്ത് GTA-ല് എടാ നിന്റെ ചന്ദ്രന്റെ ഗൂഗിൾ പേയുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എനിക്കൊന്ന് സ്ക്രീൻഷോട്ട് അയക്കണടാ അർജന്റാണ് അത് പെട്ടെന്നാണ് അർജന്റാണ് മെയിൻ കണ്ടല്ലേ എന്നെ കുറച്ച് ഇതിലെങ്കിൽ കുറച്ച് വെച്ചല്ലിയാ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കണ്ടന്റ് ചെയ്തിരിക്കുന്ന സിനിമാറ്റിക്സ് ഉണ്ട് കേട്ടോ അത് വിഷയം തന്നെയാണ് അത് നമ്മളൊരു മാസം ക്ലാസ് പ്രോപ്പർ ആബ്സല്യൂട്ട് സിനിമ അവസാനമാണ് അതൊരു സാധനമാണെന്ന് ഞാൻ നിന്നോടൊക്കെ പറഞ്ഞതല്ലേ
കത്തിയില്ലേ കത്തി. ഏതാല്ലേ YouTube channel. Thumbnail by Great Becca, GTA Assets by Ponnan Z3, video edited by Shoutex Gaming. കഥ തിരക്കഥ സംഭാഷണം. SXG never disappoints. അതെ. ടൈറ്റിലൊക്കെ കിട്ടിയല്ലോടാ. എന്താടാ പഠിച്ചല്ലേ ടൈറ്റിലൊക്കെ കിട്ടിയല്ല. അല്ല എന്ത് ടൈറ്റില്? അല്ല SXG never disappoints. ഡിസപ്പോയിന്റ്സ് അത് അവന് പണ്ടോട്ടേ ഉള്ളതാണ് അവന്റെ. ലൈവ് പോയൊന്നുമില്ല. സിറ്റിയെ പോയാടാ? ഇന്ത്യ ജയിച്ചോ? ഇന്ത്യ 3 വിക്കറ്റ് പോയത് ഞാൻ കണ്ടായിരുന്നു. ഇന്ത്യ ജയിച്ചോ? നീ വീഴുന്നല്ലേ കണ്ടുള്ളൂ. സ്കൈ എന്ന് പറഞ്ഞ തീയണേ. താങ്ക് യു ഗൈസ്, താങ്ക് യു. എന്തിന് സ്കൈ എന്ന് പറഞ്ഞ് എല്ലാവരും അവന്റെ ഇൻട്രോ ഉണ്ടോ ബ്രോ? അവന്റെ ഇൻട്രോ കണ്ടിട്ട് പരമണിക്കൂറേ ജയിക്കാൻ പോണു. ഓക്കെ സെറ്റ് ഫസ്റ്റ് കളി ജയിച്ചു തുടങ്ങണ്ട. ഇന്ന് സഞ്ജുനെ ഇറക്കിയില്ലല്ലേ അവര്? ഇല്ല. നീ ഇതെല്ലാം കണ്ടിട്ടാണോ പറയുന്നത്? ഞാൻ കണ്ട് എടാ അഭിഷേക് ഔട്ടായി ഫസ്റ്റ് ബോളിൽ തന്നെ. ഞാൻ കണ്ടിട്ടുണ്ട്. അഭിഷേക് ഫസ്റ്റ് ബോളിൽ പോയി. മച്ചാ വെട്ടിച്ചില്ല മിന്നലടി. എടാ മറ്റേ എന്തോന്ന് എന്റെ പൊന്നെ എന്റെ ഇൻസ്റ്റാഗ്രാം ഫീഡ് മൊത്തം നിറഞ്ഞോട്ടില്ല. ഇന്ന് സത്യം പറഞ്ഞ സൂര്യകുമാർ കളിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യ ഒരു മൂഞ്ചിയ സ്കോറിൽ ആയി പോയാനെ. മനസ്സിലായ? പുള്ളി ഒരാള് നിന്ന് അടിച്ചത് മൊത്തം പറയാതിരിക്കാൻ വയ്യ. ഇങ്ങനെയാണ് ഫോം ഔട്ട് എന്ന് പറഞ്ഞത്. എന്തൊരടിയോടെ അടിച്ചത്. എവിടോട്ടൊക്കെയാ പുള്ളി അടിക്കണല്ലേ. വൈഭവിന്റെ കളി മറ്റേതും. ഈ വൈഭവിന്റെ കളി കണ്ടായിരുന്ന കാര്യം മെനഞ്ഞാന്നത്തെ ഇന്ത്യ അണ്ടർ-19 ഇന്ത്യ ജയിച്ചു വേൾഡ് കപ്പ്. എന്തൊരു അടിയോടെ അടിച്ചു. ഒരു മാച്ചിന്റെ ഫൈനലിൽ അത്രയും പ്രഷർ ഉള്ള ദിവസം 157 റണ്ണെന്നൊക്കെ പറഞ്ഞ എന്റെ 157 175 അല്ലേ 175 റണ്ണ്. എന്റെ പൊന്നോ 14-ാമത്തെ വയസ്സിലടെ. അണ്ടർ-19 14 വയസ്സിൽ. പിന്നെ 21 വയസ്സുള്ള അണ്ടർ-19 കളിക്കാൻ പറ്റും. അല്ല അവര് അണ്ടർ-19 ഒരു 5 വർഷം കളിക്കാടാ. അതാ ഞാൻ മനസ്സിലായത്. ഇല്ല അങ്ങനൊന്നും ഇല്ല. അണ്ടർ-19 കളിക്കണമെന്നൊന്നും ഇല്ല. വേണമെങ്കിൽ കളിക്കാം. ഇന്ത്യൻ ടീം മെയിൻ ടീമിൽ കളിക്കാം. 15 വയസ്സ് കഴിഞ്ഞാൽ മെയിൻ ടീമിൽ കളിക്കാം. അല്ലാതെ 5 വർഷം അണ്ടർ-19 തന്നെ കളിക്കണമെന്നൊന്നും നിയമമില്ല. അതെ നമുക്ക് ഞാനൊക്കെ ക്രിക്കറ്റ് ഞാൻ ഇങ്ങനെ സ്കൂളിൽ പത്രത്തില് ഒന്ന് കണ്ടായിരുന്നു.